ലുലു ഗ്രൂപ്പിന്റെ ചെയർമാനായ എം.എ. യൂസുഫലിനെ അറിയാത്തൊരു കൊച്ചുകുട്ടി പോലും ഉണ്ടാവില്ല. അത് ഏത് നാട്ടുകാരായിക്കോട്ടെ, ഏത് ഭാഷക്കാരായിക്കോട്ടെ, ഏത് രാജ്യക്കാരായിക്കോട്ടെ. എന്നാൽ നെസ്റ്റോയുടെ ചെയർമാനായ ബഷീർ ഖാൻ വളരെ കുറച്ച് പേർക്ക് അറിയാൻ സാധ്യതയുള്ളൂ. അദ്ദേഹം പേഴ്സണൽ ബ്രാൻഡൊന്നും ചെയ്യുന്നില്ല. എന്നിട്ടും നെസ്റ്റോ വളരെ സക്സസ്ഫുൾ ആയ ഒരു റീറ്റെയിൽ ബ്രാൻഡാണല്ലോ. അതുകൊണ്ട് ഞങ്ങളും പേഴ്സണൽ ബ്രാൻഡിംഗ് ഒന്നും ചെയ്യുന്നില്ല, ഞങ്ങൾ ബഷീർ ഖാൻ്റെ ആൾക്കാരാണ്. വളരെ തമാശയോടുകൂടി പല ബിസിനസ്സുകാരും എന്നോട് പങ്കുവെക്കാറുള്ളൊരു ആശയമാണിത്. ഇത് കേൾക്കുമ്പോൾ പ്രത്യേകിച്ചിട്ട് ഒരു ഓണ്ടർപ്രണർക്ക് തോന്നും, ഇത് വളരെ ശരിയാണല്ലോ, പേഴ്സണൽ ബ്രാൻഡിങ്ങിൻ്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ, ഇത് വളരെ ഒരു ഡിബേറ്റബിൾ ടോപ്പിക്കാണോ, പേഴ്സണൽ ബ്രാൻഡിങ് എല്ലാ ബിസിനസ് ഓണേഴ്സിനും നിർബന്ധമാണോ, എന്താണ് ലുലുവിൻ്റെ സ്ട്രാറ്റജിയും നെസ്റ്റോയുടെ സ്ട്രാറ്റജിയും, നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് അനലൈസ് ചെയ്യാം. ഈ വീഡിയോ കംപ്ലീറ്റ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ക്ലിയർ പിക്ചർ കിട്ടും, നിങ്ങൾക്ക് പേഴ്സണൽ ബ്രാൻഡിങ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത്. ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു പോയിന്റ് എന്നുള്ളത് രണ്ട് തരത്തിലുള്ള ഒരു ബ്രാൻഡിങ് ഉണ്ട്. ഒന്ന് കമ്പനി ബ്രാൻഡിങ് മോഡൽ, സെക്കൻഡ് വൺ കമ്പനി ബ്രാൻഡിങ് പ്ലസ് ഫൗണ്ടർ ബ്രാൻഡിങ്ങിൻ്റെ ഒരു മോഡൽ. ഇവിടെ രണ്ട് കമ്പനികളും നെസ്റ്റോ ലുലും രണ്ട് സ്ട്രാറ്റജികളാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ആദ്യം തന്നെ നെസ്റ്റോയുടെ ഫൗണ്ടറായ KP ബഷീറിന്റെ ഒരു ജേണി നമുക്ക് നോക്കാം. അദ്ദേഹം ഒരു സാധാ ബിസിനസ്സുകാരനായിരുന്നു. അദ്ദേഹം ഒരു കോഴിക്കോട് സ്വദേശിയാണ്. അദ്ദേഹത്തിന്റെ ജേണി സ്റ്റാർട്ട് ചെയ്യുന്നത് ഗിഫ്റ്റ് ഐറ്റംസും ഇലക്ട്രോണിക്കും സെല് ചെയ്യുന്ന ബഹ്റൈനിലെ ഒരു സാധാരണ ഷോപ്പിൽ നിന്നാണ് KP ബഷീർ റീറ്റെയിൽ ഇൻഡസ്ട്രിയിലേക്ക് ആദ്യമായിട്ട് കടന്നു വരുന്നത്. ജീപ്പാസ് അടക്കമുള്ള ഒരുപാട് ബ്രാൻഡുകൾ വെസ്റ്റേൺ ഇന്റർനാഷണൽ കീഴിലുണ്ട്. പൾസൺ മാർക്ക്, റോയൽ ഫോർഡ്, യങ് ലൈഫ്, പാരജോൺ, ബേബി പ്ലസ്, ക്രിപ്റ്റോൺ, നെസ്റ്റോ, ഇങ്ങനെ ഒരുപാട് ബ്രാൻഡുകളുണ്ട്. ഫാമിലി ഓറിയന്റഡ് ആയ ബിസിനസ് ആണെങ്കിൽ പോലും ഒരു ഫൗണ്ടറും അതിനുശേഷം ഫാമിലിയിലുള്ള ലീഡേഴ്സും അതിനുശേഷം പ്രൊഫഷണൽസിനെയും ഒരുക്കി നിർത്തി ഒരു റീറ്റെയിൽ ചെയിൻ ആയിരുന്നു വെസ്റ്റേൺ ഇന്റർനാഷണലിന്റെ ഓരോ ബിസിനസ് മോഡലിലും അവർ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്ന് നെസ്റ്റോന് മാത്രം 140+ സ്റ്റോഴ്സും 25,000ഓളം സ്റ്റാഫുകളും അതേപോലെ തന്നെ 10 മുതൽ 12 വരെ രാജ്യങ്ങളിൽ നെസ്റ്റോന്റെ ഓപ്പറേഷൻ നടക്കുന്നുണ്ട്. ഇന്ത്യയിലും GCCയിലുമായിട്ടുള്ള എമർജിംഗ് ഗ്രോയിങ് റീറ്റെയിൽ ബ്രാൻഡായി ഇന്ന് നെസ്റ്റോ മാറിയിട്ടുണ്ട്. നിത്യേന 2,50,000ഓളം ആളുകൾ വന്നു പോകുന്ന ഇന്ത്യയിലും GCCയിലുമുള്ള ഫാസ്റ്റ് ഗ്രോയിങ് റീറ്റെയിൽ ചെയിൻ ബ്രാൻഡുകളിലൊന്നാണ് നെസ്റ്റോ ഇന്റർനാഷണൽ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നെസ്റ്റോന്റെ ഓഡിയൻസ് ആരാണ് എന്നുള്ളതാണ്. നെസ്റ്റോ എപ്പോഴും ടാർഗറ്റ് ചെയ്തത് സാധാരണക്കാരായ മിഡിൽ ക്ലാസും അതിന് താഴെയുള്ള സാധാരണക്കാരായ പ്രൈസ് ഫോക്കസ്ഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിനെയാണ്. അതായത് ചിലവഴിക്കുന്ന പൈസക്ക് ഏറ്റവും ഉയർന്ന വാല്യൂ ഉള്ള പ്രൊഡക്റ്റ്, അതായത് വാല്യൂ റീറ്റെയിൽ മോഡൽ. ഇതാണ് നെസ്റ്റോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ട്രാറ്റജി. ഇവിടെ നെസ്റ്റോ ചെയ്തത് ഒരു മാസ് മാർക്കറ്റ് പൊസിഷനിങ് ആണ്. ഫൗണ്ടറുടെ പ്രൊഫൈല് വളരെ ലോ റേഞ്ചിൽ വെച്ചുകൊണ്ട് നെസ്റ്റോ എന്നുള്ളൊരു കമ്പനിയെ സാധാരണക്കാരായ ആളുകൾക്കിടയിലേക്ക് എത്തുകയും നിങ്ങൾക്ക് വേണ്ട നിത്യോപയോഗ സാധനങ്ങൾ, റീറ്റെയിൽ പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, ഇലക്ട്രോണിക് ആയിക്കോട്ടെ, അവരുടേതായ പ്രൈവറ്റ് ലേബൽ ചെയ്തിട്ടുള്ള ഒരുപാട് ബ്രാൻഡുകൾ എൻഡോസ് ചെയ്തിട്ട് ഏറ്റവും കുറഞ്ഞ പ്രൈസിൽ ലഭ്യമാക്കിയിട്ട് ഒരു മാസ് ഓഡിയൻസിലേക്ക് എത്തുക എന്നുള്ളൊരു സ്ട്രാറ്റജി ഒരു പരിധിവരെ വലിയൊരു വിജയം തന്നെയാണ്. ഇനി നമുക്ക് ലുലുവിലേക്ക് വരാം. എങ്കിൽ മാത്രമാണ് നമുക്ക് നെസ്റ്റോ ലുലുവും തമ്മിലുള്ള ഒരു കൃത്യമായ ഡിഫറൻസ് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ഫൗണ്ടറെ ജേണി നോക്കുകയാണെങ്കിൽ തൃശ്ശൂർ ജില്ലയിലുള്ള നാട്ടികയിൽ നിന്ന് തുടങ്ങി തന്റെ ഫാമിലി ബിസിനസ്സായ ട്രേഡിംഗ് ബിസിനസ്സിലേക്ക് വരികയും അവിടുന്ന് ബിസിനസിന്റെ ബാലപാഠങ്ങൾ മനസ്സിലാക്കി ലുലു ഇന്റർനാഷണൽ എന്നൊരു ഗ്രൂപ്പ് ബിൽഡ് ചെയ്യുകയാണ് ഉണ്ടായത്. ഇന്ന് ലുലുവിന്റെ റീറ്റെയിൽ മാത്രം നോക്കുകയാണെങ്കിൽ 250+ സ്റ്റോറുകളാണ് ലുലുവിന് സ്വന്തമായിട്ടുള്ളത്. ഇന്ത്യയിലും GCCയിലും സൗത്ത് ഏഷ്യയിലും യൂറോപ്പിലും അടക്കം 22 രാജ്യങ്ങളിലായി പടർന്ന് പന്തലിച്ചിരിക്കുകയാണ് ലുലു ഇന്റർനാഷണൽ ഗ്രൂപ്പിന്റെ റീറ്റെയിൽ. 65,000+ എംപ്ലോയീസ് ഉള്ള ലുലു ഇന്റർനാഷണൽ ഗ്രൂപ്പ് മിഡിൽ ഈസ്റ്റിലെ വൺ ഓഫ് ദ ലാർജസ്റ്റ് റീറ്റെയിൽ ചെയിൻ ആണ്. ലുലു എന്നുള്ളൊരു ബ്രാൻഡ് ബിൽഡ് ചെയ്ത ഒരു ബിസിനസ് ഇക്കോസിസ്റ്റമാണ്. അതിൽ ഹൈപ്പർ മാർക്കറ്റുകളും ഷോപ്പിംഗ് മാളുകളും ലോജിസ്റ്റിക് ആൻഡ് സോഴ്സിംഗ് നെറ്റ്വർക്ക്, ഫുഡ് പ്രോസസ്സിംഗ് യൂണിറ്റ്, ഹോസ്പിറ്റാലിറ്റി ഇൻവെസ്റ്റ്മെന്റ്, റിയൽ എസ്റ്റേറ്റ്, അങ്ങനെ വലിയൊരു നിര തന്നെ ബിസിനസ്സിൽ ലുലുവിന്റെ സ്വാധീനമുണ്ട്. ഇനിയാണ് നമ്മൾ പറഞ്ഞ പേഴ്സണൽ ബ്രാൻഡിങ്ങിൽ ലുലു നെസ്റ്റോയും തമ്മിൽ അല്ലെങ്കിൽ രണ്ട് ഫൗണ്ടേഴ്സും തമ്മിലുള്ള ഏറ്റവും വലിയൊരു ഡിഫറൻസ് പറയാൻ പോകുന്നത്. ഏതൊരു കമ്പനിയുടെയും ഏറ്റവും വലിയൊരു ഡ്രീം അച്ചീവ്മെന്റ് ആണ് IPOയിലേക്ക് പോവുക എന്നുള്ളത്. അതായത് ഇനീഷ്യൽ പബ്ലിക് ഓഫറിലേക്ക് പോയിട്ട് പബ്ലിക്കിന്റെ അടുത്തേക്ക് ഷെയർ വെക്കുക എന്നുള്ളത്. ലുലു 2024 IPOയിലേക്ക് പോവുകയും ആ IPOയിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ ഗവൺമെന്റ് എൻറ്റിറ്റി അടക്കം ഒമാനിലും ബഹ്റൈനിലും അബുദാബിയിലും അടക്കമുള്ള ഗവൺമെന്റ് ഇൻവെസ്റ്റ്മെന്റ് ഫേമുകൾ ലുലുവിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി വലിയ തോതിലുള്ള താല്പര്യം പ്രകടിപ്പിക്കുകയും അതിനുശേഷം IPOയിലേക്ക് പോയപ്പോൾ 25x ഡിമാൻഡ് ആയിരുന്നു
ലുലുവിന് സംഭവിച്ചത്. അതായത് 6.3 ബില്യൺ ദിർഹംസ് ആണ് ലുലു IPOയിലൂടെ റേസ് ചെയ്തത്. മാർക്കറ്റിലുണ്ടായിരുന്ന ഡിമാൻഡ് എന്നുള്ളത് 135 ബില്യൺ AED ആയിരുന്നു എന്നുള്ളത് വലിയൊരു സംഭവമാണ്. കാരണം ഒരു മലയാളിയായ തൃശ്ശൂർക്കാരനായ നാട്ടിക സ്വദേശിയുടെ ഒരു ബ്രാൻഡിന് IPOയിൽ ഇത്രയും വലിയ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യപ്പെടുത്തു എന്നുള്ളത് ആ ബ്രാൻഡും ആ ഫൗണ്ടറും ഉണ്ടാക്കിയ വലിയൊരു ട്രസ്റ്റാണ്. ഇവിടെയാണ് ലുലു എന്ന ബ്രാൻഡിൽ MA യൂസുഫ് അലി എന്നുള്ളൊരു പേഴ്സണൽ ബ്രാൻഡ് ചെയ്ത ഏറ്റവും വലിയൊരു കോൺട്രിബ്യൂഷൻ. കാരണം ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം ആ ഇൻവെസ്റ്റർക്ക് ട്രസ്റ്റും അതേപോലെ തന്നെ കോൺഫിഡൻസും കൊടുക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അത് MA യൂസുഫ് അലിയുടെ ഒരു ഇൻഫ്ലുവൻസും ലുലുവിന് വലിയൊരു മുതൽക്കൂട്ടായിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും പേഴ്സണൽ ബ്രാൻഡിങ്ങിൻ്റെ പർപ്പസ് ഡിസ്കസ് ചെയ്യുമ്പോൾ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റാണ് ഇൻഡസ്ട്രി ലീഡർഷിപ്പ് എന്നുള്ളത്. ഇവിടെ MA യൂസുഫ് അലി പൊസിഷൻ ചെയ്തത് റീറ്റെയിൽ ഇൻഡസ്ട്രിയിലെ ഒരു ലീഡർഷിപ്പ് റോളിലേക്കാണ്. അത് കൃത്യമായിട്ട് പൊസിഷനിങ് ചെയ്യാനും ആ പൊസിഷനിങ് മെസ്സേജ് വലിയൊരു ഓഡിയൻസുമായിട്ട് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ആ ഇൻവെസ്റ്റേഴ്സിൻ്റെ കോൺഫിഡൻസിനെ അട്രാക്ട് ചെയ്യാനും ഇൻവെസ്റ്റേഴ്സിൻ്റെ ട്രസ്റ്റിനെ അട്രാക്ട് ചെയ്യാനും വളരെ ഭംഗിയായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. ഇന്റർനാഷണൽ എക്സ്പാൻഷനിലേക്ക് ഒരു ബിസിനസ് പോകുമ്പോൾ അതിൻ്റെ ഫൗണ്ടർക്ക് അവിടെയുള്ള ഗവൺമെൻറ്റുകളുമായിട്ട് വലിയൊരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുക എന്നുള്ളതും ഇതിവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഇവിടെ നിങ്ങൾക്ക് വളരെ വിസിബിൾ ആയിട്ടുള്ള ഒരു കാര്യം കാണാം. ഇപ്പം UAE ഗവൺമെന്റിനാണെങ്കിലും അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏത് ഗവൺമെന്റ് ലീഡേഴ്സുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നോക്കുമ്പോൾ യൂസുഫ് അലി വലിയൊരു അപ്പർ ഹാൻഡ് അവിടെ നേടിയിട്ടുണ്ട്. അത് ഈ പേഴ്സണൽ ബ്രാൻഡിങ്ങിൻ്റെയും PR-ൻ്റെയും ഈ പൊസിഷനിങ്ങിൻ്റെയും ഏറ്റവും വലിയൊരു ഉദാഹരണമാണത്. അതുപോലെ തന്നെ ഒരു ബിസിനസിന്റെ എക്സ്പാൻഷൻ, ഒരു ലാർജ് സ്കെയിൽ എക്സ്പാൻഷന് വേണ്ടിയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസിനെ ഇന്റർനാഷണൽ ലെവലിലേക്ക് അട്രാക്ട് ചെയ്യാനും ലുലുവിന് സാധിക്കുന്നു. സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് ആണെങ്കിലും ലെഗസി ക്രിയേഷൻ ആണെങ്കിലും MA യൂസുഫ് അലി എന്നുള്ളൊരു ബ്രാൻഡ് കൃത്യമായി നടപ്പിലാക്കുന്നു. നെക്സ്റ്റ് ഏറ്റവും പ്രധാനപ്പെട്ട 3 സ്ട്രാറ്റജികളാണ്. ഒന്ന് പ്രൈവറ്റ് ഗ്രോത്ത് ആണ്. സെക്കൻഡ് വൺ ഓപ്പറേഷണൽ എക്സലൻസ് ആണ്, അതിലൂടെ ഗ്രോത്ത് ഉണ്ടാക്കുക എന്നുള്ളതാണ്. തേർഡ് വൺ പ്രൈസ് ലീഡർഷിപ്പ് ആണ്. എന്നാൽ ലുലുലോട്ട് വരികയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ലുലു ബിൽഡ് ചെയ്യുന്നത് ഒരു ഇക്കോസിസ്റ്റത്തിന്റെ ഒരു എക്സ്പാൻഷൻ ആണ്. അതേപോലെ തന്നെ ലുലുവിന്റെ വിഷൻ വളരെ വലുതാണ്. ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്യാപിറ്റൽ, ഗ്ലോബൽ എക്സ്പാൻഷൻ, ഒരു ഗ്ലോബൽ പോയിന്റ് ഓഫ് വ്യൂവിലാണ് ലുലു വളർന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ ലുലുവിലും നെസ്റ്റോയിലും പോകുമ്പോൾ തന്നെ ആ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവും. ലുലുവിന്റെ കസ്റ്റമേഴ്സ് എക്സാക്ട്ലി ഒരു മിഡിൽ ക്ലാസും അപ്പർ മിഡിൽ ക്ലാസും ആണ്. ലുലുവിലേക്ക് ആളുകൾ പോകുന്ന ഒരു സാധനം വാങ്ങാൻ വേണ്ടി മാത്രമല്ല, ഒരു റീറ്റെയിൽ ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ആണ്. അത് ലുലുവിന്റെ ഓരോ റീറ്റെയിൽ സ്റ്റോറിലും പോയ ആളുകൾക്ക് അത് വളരെ കൃത്യമായി മനസ്സിലാവും. അവിടെ വരുന്ന ആളുകൾ വെറും ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ വേണ്ടി മാത്രം വരുന്നില്ല. എന്നാൽ നേരെ മറിച്ച് നെസ്റ്റോയിലേക്ക് പോവുകയാണെങ്കിൽ മിഡിൽ ക്ലാസ്സും അല്ലെങ്കിൽ ലോവർ മിഡിൽ ക്ലാസ്സും അവരുടെ കസ്റ്റമേഴ്സ്, അവിടെ അവർ പ്രൈസാണ് ഏറ്റവും വലിയ കോൺഷ്യസ് ആയത്. പ്രൈസിനാണ് അവർ കൂടുതലും പ്രാധാന്യം നിൽക്കുന്നത്. ഏറ്റവും കുറഞ്ഞ പ്രൈസിൽ വലിയൊരു ഓഡിയൻസിനെ, മാസ് ഓഡിയൻസിനെ അട്രാക്ട് ചെയ്യുന്ന സ്ട്രാറ്റജിയാണ്. അവിടെ ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ചിലപ്പോൾ നിങ്ങൾക്ക് ലുലുവിൽ കിട്ടുന്നത്ര കിട്ടിക്കൊള്ളുന്നില്ല. ബട്ട് രണ്ടാളിനും 2 രൂപത്തിലാണ് സ്ട്രാറ്റജീസ് ചെയ്ത് രണ്ടാളും വിജയത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു യാഥാർത്ഥ്യം. ഇതിൽ നിന്ന് ഓൺട്രപ്രണേഴ്സ് മനസ്സിലാക്കേണ്ട കീ ലെസൺസ് എന്തൊക്കെയാണ്? ഒന്ന്, കമ്പനി ബ്രാൻഡ്സ് ബിൽഡ് സെയിൽസ്. ഇവിടെ നെസ്റ്റോ എന്നുള്ള ബ്രാൻഡ് സെയിൽ ബിൽഡ് ചെയ്യുന്നുണ്ട്. എന്നാൽ യൂസുഫ് അലി എന്നുള്ള ബ്രാൻഡ് മാത്രമല്ല, ലുലു എന്ന ബ്രാൻഡ് വളരെ ഭംഗിയായിട്ട് ബിൽഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ലുലു എന്നുള്ള ബ്രാൻഡും സെയിൽസ് ബിൽഡ് ചെയ്യുന്നുണ്ട്. പേഴ്സണൽ ബ്രാൻഡ് കൂടി ബിൽഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു അപ്പർ ഹാൻഡ് വളരെ കൃത്യമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ബിസിനസ്സിലേക്ക് എക്സ്പാൻഷനിലും ഗ്രോത്തിലേക്ക് ഒരു ഇന്റർനാഷണൽ ലെവലിലേക്കുള്ള ഒരു വളർച്ചയിൽ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ് അതിന്റെ യാഥാർത്ഥ്യം. ഏതൊരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ട്രസ്റ്റ് ബിൽഡ് ചെയ്യുക എന്നുള്ളത്. അവിടെ ഫൗണ്ടർ ബ്രാൻഡ് വളരെ ഈസി ആയിട്ട് ട്രസ്റ്റ് ബിൽഡ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണ്. അവിടെ MA യൂസുഫ് അലി അത് കൃത്യമായി ആ ഫൗണ്ടർ ബ്രാൻഡ് ബിൽഡ് ചെയ്യുന്നു, ആ ട്രസ്റ്റ് ഈസി ആയിട്ട് അക്വയർ ചെയ്യുന്നു. ഇപ്പോഴും നെസ്റ്റോ എന്നുള്ളൊരു ബ്രാൻഡ് അതിലത്ര ഫോക്കസ്ഡ് അല്ല, അവർ കമ്പനി ബ്രാൻഡിങ്ങിൽ മാത്രം ഫോക്കസ് ചെയ്യുന്നു. അപ്പം ഇവിടെ ലുലുവിന് കിട്ടുന്ന വലിയൊരു ഓപ്പർച്യൂണിറ്റി, വലിയൊരു മാസ് ഓപ്പർച്യൂണിറ്റി ഒരു പക്ഷേ നെസ്റ്റോക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. സോ ഇവിടെ ലുലു ആണെങ്കിലും നെസ്റ്റോ ആണെങ്കിലും നമുക്ക് മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന 2 ബ്രാൻഡുകളാണ്. ഇവിടെ വളരെ വ്യക്തമായിട്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, പേഴ്സണൽ ബ്രാൻഡിങ് ചെയ്യണം നിർബന്ധമാണെന്നുള്ളൊരു വാദഗതിയും എനിക്കില്ല. പക്ഷേ നിങ്ങളൊരു ബിസിനസ് ഓണർ ആണെങ്കിൽ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്ന രൂപത്തിൽ വളരെ കോസ്റ്റ് ഇഫക്റ്റീവായിട്ടും വളരെ സ്ട്രാറ്റജിക്കലി ചെയ്യുകയാണെങ്കിൽ, ROI വെച്ച് നോക്കുകയാണെങ്കിൽ, ഒരു ഗ്രോത്തിലേക്ക് പോകണമെങ്കിൽ, നിങ്ങളുടെ എക്സ്പാൻഷൻ വേണമെങ്കിൽ, നിങ്ങളൊരു നെക്സ്റ്റ് ലെവലിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഫൗണ്ടർ ആണെങ്കിൽ, നിങ്ങൾ ഇതിൻ്റെ സാധ്യതകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി മെച്ചപ്പെട്ട രൂപത്തിൽ വളരെ ഭംഗിയായിട്ട് അത് ലെവറേജ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ബ്രാൻഡ് ബിൽഡ് ചെയ്യാൻ പറ്റും. എൻഡ് ഓഫ് ദ ഡേ നെസ്റ്റോയും ഒരു സക്സസ്ഫുൾ മോഡലാണ്, ലുലുവും ഒരു സക്സസ്ഫുൾ
സക്സസ്ഫുൾ മോഡലാണ്. ഇവിടെ ചോദ്യം ഇതാണ്, നിങ്ങളുടെ ബിസിനസ്സിൻ്റെ നിങ്ങളുടെ പർപ്പസ് എന്താണ്? നിങ്ങളുടെ പർപ്പസ് എന്താണെന്ന് വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് അനലൈസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, നിങ്ങളുടെ മിഷനും നിങ്ങളുടെ ലക്ഷ്യവും എന്താണെന്ന അടിസ്ഥാനത്തിൽ നിങ്ങൾക്കും പേഴ്സണൽ ബ്രാൻഡിംഗ് എന്നുള്ളൊരു ചോയ്സ് അല്ലെങ്കിൽ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാം. നിങ്ങൾക്ക് MA യൂസുഫ് അലിയെ പോലെ ഒരു അതോറിറ്റിയുള്ള ഒരു പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ, പേഴ്സണൽ ബ്രാൻഡിങ്ങിൻ്റെ A to Z കവർ ചെയ്യുന്നൊരു പ്രാക്ടിക്കൽ ബൂട്ട് ക്യാമ്പ് സംഘടിപ്പിക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു.